ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. കുറേ ദിവസമായി നമ്മുടെ ചാനൽ വഴി സിനിമ റിവ്യൂസൊക്കെ ചെയ്തിട്ട് എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ട്രെയിലർ അപ്ഡേറ്റ്സ് എല്ലാം തരുന്നത്. അപ്പം ഞാൻ അങ്ങനെ കണ്ടൊരു സിനിമയാണ് ആൻ്റണി എന്ന് പറയുന്ന ചിത്രം. ജോഷി സാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ നായകനായിട്ട് എത്തിയിരിക്കുന്നത് ജോജു ജോർജാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് ചെമ്പൻ വിനോദ്, നൈല ഉഷ, കല്യാണി പ്രിയദർശൻ എന്ന കേന്ദ്ര കഥാപാത്രങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പൊറിഞ്ചു മറിയൻ ജോസ് എന്ന് പറയുന്ന അതേ ടീംസാണ് ഒന്നിച്ചിരിക്കുന്ന വീണ്ടും. അപ്പം ഈ സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു മാസ് മസാല ചിത്രമാണ്, ഒരു ജോഷി ചിത്രം തന്നെയാണ് പഴയ കാലത്തുള്ള. അപ്പം അതിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്, ഒരു ആൻ്റണി എന്ന് പറയുന്ന ഒരു കട്ട മാസ് ഗുണ്ട അയാളുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ സോൾവ് ചെയ്തെടുക്കുന്ന ഒരു ഗുണ്ടയും കൂടെയാണ്. അപ്പോൾ ആ ഗുണ്ടയുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി വന്ന് കയറുമ്പോൾ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കഥയൊക്കെയാണ് സിനിമയുടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ജോഷി സാർ എന്ന് പറയുന്ന അദ്ദേഹം എന്ന് പറയുന്ന മാസ് മസാല സിനിമ എടുക്കുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹം 2020 എന്ന് പറയുന്ന മഹാ സിനിമ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലെ വേറൊരു സിനിമയ്ക്കും വേറൊരു ഡയറക്ടറിനും ഇങ്ങനത്തുള്ള സിനിമയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അങ്ങനെ മാസ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സിനിമ ഇറക്കിയിട്ടുള്ളത്. സിനിമ അത്യാവശ്യം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയൊക്കെ തന്നെയായിരുന്നു ഈ ആൻ്റണി എന്നുള്ള ചിത്രം. എനിക്ക് പേഴ്സണലായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ജോജു ജോർജിൻ്റെ ആൻ്റണി എന്നുള്ള ക്യാരക്ടറിൻ്റെ ആ പെർഫോമൻസും ആ എനർജിയൊക്കെ വേറെ ലെവൽ സംഭവം തന്നെയാണ്. പിന്നെ ചെമ്പൻ വിനോദായാലും പിന്നെ കല്യാണി പ്രിയദർശനായാലും എല്ലാവരും നല്ല പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം കല്യാണി പ്രിയദർശൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ബോക്സിങ് ക്യാരക്ടറാണ്, ഒരു ദേശീയക്കാരിയാണ്. പക്ഷേ രണ്ടും കൂടെ കോമ്പിനേഷൻ, ആ കല്യാണി പ്രിയദർശനും പിന്നെ ജോജു ജോർജിനുള്ള ആ രണ്ട് കോമ്പിനേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോ വഴി ഈ സിനിമ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലൊരു സിനിമയാണ്, നല്ല കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയൊക്കെ തന്നെയാണ്. ഒരു പ്രത്യേകിച്ച് പുതുമയില്ലാത്തൊരു സ്റ്റോറി ആണെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന സ്റ്റോറിയാണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ആൻ്റണി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റിയത്, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.